പ്രോബ്ലത്തിൽ നമുക്ക് ഒരു ഡേറ്റ്, അതായത് അത് തരുന്ന ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ DDMMYY എന്നുള്ള രീതിയിൽ വരുന്ന ഒരു ഡേറ്റ്. ഇപ്പം ഫോർ എക്സാമ്പിൾ 5/8/2025 എന്ന് പറഞ്ഞൊരു ഫോർമാറ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് മറ്റ് ഡിഫറെൻറ്റ് ഫോർമാറ്റുകളിലോട്ട് എങ്ങനെ ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാം എന്ന് നോക്കാം. പൈത്തണിൻ്റെ ബിൽറ്റിൻ ആയിട്ടുള്ള കുറച്ച് ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് DDMMYY ഫോർമാറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ആദ്യം മന്ത്, ദെൻ ഡേ, പിന്നെ ഇയർ അങ്ങനെ വരുന്ന രീതിയിലാക്കാം. അല്ലെങ്കിൽ DDMMYY ബട്ട് വിത്ത് സ്ലാഷിന് പകരം ഹൈഫൻ വെച്ച് ചെയ്യാം. അതുപോലെ ഇയർ, ഡേറ്റ്, മന്ത് ഈ ഫോർമാറ്റിൽ ചെയ്യാം. പക്ഷേ സ്ലാഷോ ഇതിന് എല്ലാം പകരം നമുക്ക് പൈപ്പ് സിമ്പൽ യൂസ് ചെയ്യാം. ഓക്കെ, സോ നമുക്കൊരു യൂസറിൽ നിന്നൊരു ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് ഇത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. സോ യൂസറിൽ നിന്ന് ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ജസ്റ്റ് ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുവാണ്. യൂസറിനോട് നമുക്ക് പ്രോംപ്റ്റ് ചെയ്യാം എൻ്റർ ദ ഡേറ്റ്. സോ നമുക്ക് എക്സിൻ്റെ അകത്ത് ഈ പറയുന്ന ഡേറ്റ് ഇൻഫർമേഷൻ ഒരു സ്ട്രിങ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ടാവും. സോ നമ്മൾ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും വി ആർ സപ്പോസ് ടു നമ്മൾ കൊടുക്കേണ്ട ഫോർമാറ്റ് ഈ ഒരു രീതിയിലായിരിക്കും. സോ നമ്മുടെ സെപ്പറേറ്റർ, ഡേറ്റിനെയും മന്തിനെയും ഇയറിനെയും എല്ലാം സെപ്പറേറ്റ് ചെയ്യുന്ന സെപ്പറേറ്റർ എന്ന് പറയുന്നത് ഈ പറയുന്ന സ്ലാഷ് സിമ്പിളായിരിക്കും. സോ നെക്സ്റ്റ് നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് അതൊരു വേരിയബിളിലോട്ട് ജസ്റ്റ് അസൈൻ ചെയ്യാം. ബട്ട് എക്സിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അതിന് ആ സെപ്പറേറ്റർ വെച്ച് സ്പ്ലിറ്റ് ചെയ്ത് ഡിഫറെൻറ്റ് ഒരു ലിസ്റ്റ് ഓഫ് സ്ട്രിങ്സ് ആയിട്ട് തിരിച്ചു തരും. സോ നമുക്കിത് ഈ ഒരു സ്ലാഷ് വെച്ചാണ് സെപ്പറേറ്റ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഡേറ്റിൻ്റെ അകത്ത് ആക്ച്വലി 3 എലമെൻറ്റ്സ് ഉണ്ടാവും. ആദ്യത്തേത് ഡേറ്റിൻ്റേത്, രണ്ടാമത്തേത് മന്തിൻ്റേത്, മൂന്നാമത്തേത് ഇയറിൻ്റേത് എന്നുള്ള രീതിയിൽ. സോ നമുക്കിനി ഫസ്റ്റ് പ്രിൻ്റ് ചെയ്യേണ്ടത് ആദ്യത്തെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ MMDDYY സെപ്പറേറ്റഡ് വിത്ത് ഹൈഫൻ ആണ് നമുക്ക് അത് ചെയ്യേണ്ടത്. സോ ഓക്കെ, സോ നമുക്ക് ആദ്യം ഈ ഡേറ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്യാം. സോ ഇവിടെ ഞാനൊരു ഇൻപുട്ട് കൊടുക്കുവാണ് 5/8/2025. ഓക്കെ, എനിക്ക് ഈ ഒരു ഓർഡറിൽ കിട്ടുന്നതായിരിക്കും. ബട്ട് സെക്കൻഡ് കേസിൽ, ഈ ഒരു കേസിൽ എനിക്ക് ആ ഒരു ഓർഡർ ചേഞ്ച് ചെയ്യണം. അതായത് MMDDYY എന്നുള്ള രീതിയിലാക്കണം. സോ അത് ചെയ്യാനായിട്ട് എനിക്ക് ഈ ഫസ്റ്റ് 2 പൊസിഷൻസ് എക്സ്ചേഞ്ച് ചെയ്യണം. ഓക്കെ, സോ അത് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് ഞാൻ ഐ ആം ഡൂയിങ് വൺ തിങ്. ഡേറ്റിൻ്റെ ആദ്യത്തെ 2 എലമെൻറ്റ്സ് മാത്രമായിട്ട് ഞാൻ എടുക്കുകയാണ്. സോ ദെൻ അതിനെ റിവേഴ്സ് ചെയ്യുന്നു. ദെൻ ഡേറ്റിലെ ലാസ്റ്റ് എലമെൻ്റ് എടുക്കുന്നു. സോ ഇതിനെ മൊത്തത്തിൽ ഞാനൊരു ലിസ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുവാണ്. സോ ഓൾറെഡി ഈ റിവേഴ്സ് ചെയ്ത് വരുന്നത് ഒരു ലിസ്റ്റാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ ലാസ്റ്റ് എലമെൻ്റ് കൂടെ ഒരു ലിസ്റ്റായിട്ട് ആഡ് ചെയ്യുവാണ്. സോ ലെറ്റ് സി എങ്ങനെയാണ് ഇത് വരുന്നതെന്നുള്ളത്. സോ എഗെയിൻ ഇൻപുട്ട് കൊടുക്കണം 5/8/2025. ഓക്കെ, ഓക്കെ, ഇത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് നൺ ആണ്. സോ നമുക്ക് ഈ ഒരു മെത്തേഡിന് പകരം വേറൊരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാം. സോ നമുക്ക് തൽക്കാലം ഇത് ഡിഫറെൻറ്റ് വേരിയബിൾസിൽ അസൈൻ ആവോ ഇല്ലയോ നോക്കാം. ഓക്കെ, ആവുന്നുണ്ട്. സോ നമുക്ക് എളുപ്പവഴി എന്ന് പറയുന്നത് നമുക്കിതിനെ ഒരു ലിസ്റ്റാക്കി മാറ്റാം നമുക്ക് ആവശ്യമുള്ള രീതിയിൽ. അതായത് നമുക്ക് ആദ്യം വരേണ്ടത് ആണ്, ദെൻ വരേണ്ടത് DD ആണ്, ദെൻ വരേണ്ടത് YY ആണ്. പക്ഷേ ഇതിനെ എല്ലാത്തിനെയും തമ്മിൽ ജോയിൻ ചെയ്യേണ്ടത്
നമുക്ക് വേണ്ട ക്യാരക്ടർ എന്ന് പറയുന്നത് ഹൈഫനാണ്. സോ നമുക്ക് ജോയിൻ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. സോ ഇതായിരിക്കും നമ്മുടെ ആദ്യത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ നമുക്കത് ജസ്റ്റ് പ്രിൻറ്റ് ഓപ്ഷൻ കൊടുക്കാം. ഇനി സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ DDMMYY ഇൻ വിത്ത് ഹൈഫൻ തന്നെയാണ്, പക്ഷേ നമ്മുടെ ഓർഡർ ഈസ് ലൈക്ക് DDMMYY എന്നുള്ള രീതിയിലായിരിക്കും, MMDDYY അല്ല. ഇനി ലൈക്ക് തേർഡ് ഓപ്ഷൻ നമുക്ക് വേണ്ട ജോയിനിങ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഈ പൈപ്പ് സിമ്പിളാണ്, പക്ഷെ നമ്മുടെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ YYDDMM അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, സോ നമ്മൾ കൊടുത്ത ഫോർമാറ്റ് ഒരു സ്ലാഷ് ഫോർമാറ്റ് അത് ഇവിടെയുണ്ട്. ഓക്കെ, നമുക്ക് അതുകൂടെ വേണമെങ്കിൽ പ്രിൻ്റ് ചെയ്യാം. പ്രിൻ്റ് എക്സ്. സോ നമ്മൾ കൊടുത്ത ഫോർമാറ്റ് ഇതാണ്. നമുക്ക് ഫസ്റ്റ് കിട്ടുന്നത് MMDDYY സെപ്പറേറ്റഡ് വിത്ത് ഹൈഫൻ, ദെൻ DDMMYY സെപ്പറേറ്റഡ് വിത്ത് ഹൈഫൻ, ദെൻ YYDDMM സെപ്പറേറ്റ് വിത്ത് പൈപ്പ് സിമ്പിൾ. ഓക്കെ, സോ സിംപ്ലി നമുക്ക് സ്പ്ലിറ്റ് ഫംഗ്ഷൻ അതുപോലെ ജോയിൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എല്ലാ ഫോർമാറ്റിലോട്ടും ടു ആൻഡ് ഫ്രോ കൺവേർഷൻ ഈസിയായിട്ട് ഇതുവഴി ചെയ്യാൻ സാധിക്കും.